സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ
സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. യാത്രയായി തീർത്ഥയാത്രയായി പോകുന്നു എൻ ഗൃഹം തേടി. യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ കണ്ണുനിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. പോകുന്നു എൻ ഗൃഹം തേടി. യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ കണ്ണുനിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. മണ്ണിലെ ഭവനത്തിൽ ചെയ്ത നന്മകളെല്ലാം വിണ്ണിലെ ഭവനത്തിൽ വാഴാൻ യോഗ്യത നൽകും. മണ്ണിലെ ഭവനത്തിൽ ചെയ്ത നന്മകളെല്ലാം വിണ്ണിലെ ഭവനത്തിൽ വാഴാൻ യോഗ്യത നൽകും. ബുദ്ധിമതികൾ കന്യകകൾ ചെയ്തതുപോലെ സ്നേഹത്തിൻ എണ്ണ പകരാൻ വിളക്കുകളിൽ പോകുന്നു എൻ ഗൃഹം തേടി. യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ കണ്ണുനിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം.
ദൈവവചനം ചെവിക്കൊണ്ടു ജീവിപ്പോരാരും സ്വർഗഗേഹം നഷ്ടമാക്കില്ലെന്നതു സത്യം. ദൈവവചനം ചെവിക്കൊണ്ടു ജീവിപ്പോരാരും സ്വർഗഗേഹം നഷ്ടമാക്കില്ലെന്നതു സത്യം. ലാസറിൻ സോദരിയായ മറിയത്തെ നല്ല ഭാഗം തിരഞ്ഞെടുത്തർഹത നേടാം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുക്കല്ലേ, കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. തസ്കരന്മാർക്കവരാത്ത സ്വർഗഭവനത്തിൽ ശിതലും പുഴുവും തിന്നിടാത്തോരാഗേഹത്തിൽ. തസ്കരന്മാർക്കവരാത്ത സ്വർഗഭവനത്തിൽ ശിതലും പുഴുവും തിന്നിടാത്തോരാഗേഹത്തിൽ. കരുതി വയ്ക്കാം ബുദ്ധിപൂർവം ധനമേറയും, സ്നേഹമോടെ സഹജർക്കായി പങ്കുവച്ചിടാം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുക്കല്ലേ, കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. പഴയ ശേഖരത്തിൽ നിന്നും പങ്കുവെക്കുമ്പോൾ പുതിയ ദാനം നൽകി ദൈവം അനുഗ്രഹിക്കും. പഴയ ശേഖരത്തിൽ നിന്നും പങ്കുവെക്കുമ്പോൾ പുതിയ ദാനം നൽകി ദൈവം അനുഗ്രഹിക്കും. വിധവയോ തൻ കൊച്ചു കാശു നൽകിയ പോലെ ത്യാഗപൂർവം നൽകി നമുക്കുത്തമരാകാം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുക്കല്ലേ, കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം.
തിരുവാക്യം ദിനവും രാവും മനമതിൽ നാം ഓർത്തുവെക്കേണം. കള്ളനെ പോൽ മരണമെത്തും എന്ന തിരുവാക്യം ദിനവും രാവും മനമതിൽ നാം ഓർത്തുവെക്കേണം. അലസരായി നാം തിന്മയിൽ പെട്ടുറങ്ങിപ്പോയാൽ നഷ്ടമാകും നിത്യജീവൻ അതു നിശ്ചയം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ, കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. സഹോദരന്മാരെ, നമുക്ക് പോകുന്ന ഉടച്ചിയുടെ മൃതദേഹ സംസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരുമിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഈ സഹോദരിയിൽ ലഭിച്ച നന്മകൾ ഓർക്കുവാനും പ്രത്യേകിച്ച് ഈ ലോക ജീവിതത്തിൽ ദൈവം നൽകിയ ആ ജീവിതം തൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി മാറ്റിവെച്ച ധന്യമായ ഒരു ജീവിതം കടന്നു പോകുമ്പോൾ ഇത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുക്കണ്ണങ്ങളിലേക്ക് പ്രവേശിക്കാം. അനുഭവിക്കുന്ന പാപങ്ങളുടെ സംഗീതമായ ദൈവമേ, ഞങ്ങളുടെ പാപത്തിനായി പിന്നീട് ആശീർവദിക്കണമേ. ഈ ജലത്തെ തന്നെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വന്തങ്ങളുടെയും ഭരണസൃഷ്ടികളുടെയും നാഥനാദൈവമേ, അങ്ങയുടെ പാപത്തായി ചന്ദ്രനെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പാരോട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ ഞങ്ങളുടെ ഗുണങ്ങളും പാപങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും തൃത്വത്തിന്റെ കുടുംബമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യജീവിതം പുലുപടി തുല്യമാകുന്നു. വയലിലെ പുഷ്പോലത പിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നൊരു അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചു ഉയർപ്പിക്കുന്നവരെ നിത്യനാമത്തിൽ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. മണ്ണിൽ നിന്ന് അകത്തെ സൃഷ്ടിജനയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചു ഉയർപ്പിക്കുന്നവരെ നിത്യനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്നെ പോലെ നിസ്സാരവുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം പോലെ കടന്നു പോകുന്നു.
നിക്ഷേപം കൂട്ടുന്നു, ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചു ഉയർപ്പിക്കുന്നവരെ നിന്റെ നാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണത്തിലാക്കുകയും ദേഹാധിക്യത്താൽ ഉയർപ്പിക്കുന്ന കർത്താവേ, നിന്നെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർബലമിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്ക് വരുമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവരാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യന് ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളുടെ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുലരുന്നു, ക്ഷേമുള്ളോരക്ഷരാകും. മർത്യദേവം സകലേശൻ വിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർഭനാമിശിഹ കർത്താവേ, വാഴ്ത്തി പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാ പരിവേഷം. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്തവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്താൽ ജീവനെ പ്രവേശിച്ചിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവിന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്തമാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ
കൽപ്പനയുള്ളവരുടെ ശബ്ദങ്ങൾക്ക് സ്വയം വരുന്നു. അപ്പോൾ നന്മ വിജയനീർപ്പനും തിന്മ ചെയ്തവർ വിജയനീർപ്പനുമായി പുറത്തു വരും. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നത് മർത്ത എന്ന് പറയുന്ന 85 വയസ്സോളം പ്രായമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു അമ്മച്ചിയാണ്. ദൈവം തനിക്ക് നൽകിയ ആയുസ് സന്തോഷത്തോടെ സ്വീകരിച്ച് സന്തോഷത്തോടുകൂടെ ഈ ലോകത്തു നിന്ന് വേർപിരിഞ്ഞു പോകുന്ന നല്ല ഒരു അമ്മയുടെ വേർപാടാണ് ഇന്ന് നമ്മളുടെ കാണുക. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് അമ്മച്ചിക്ക് അന്തികുദാശ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കടന്നു വരികയും വളരെ സുബോധത്തോടുകൂടെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് സ്ഥൈര്യലേവനം എന്ന കൂതാശി അന്തികുദാശ എന്ന കൂതാശയും സ്വീകരിച്ച് അമ്മ വളരെ സന്തോഷത്തോടെയാണ് കൂതാശകൾ മൂന്നും സ്വീകരിച്ചത്. നമുക്കറിയാം, പ്രായമായി ഇരിക്കുമ്പോൾ ദൈവത്തെ കാണണമെന്നും ദൈവസ്നേഹത്തിന് ഒന്നിക്കണമെന്നുള്ള ആഗ്രഹം സ്വാഭാവികമാണ്. പക്ഷേ ഈ ലോക ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കുന്നവർക്കാണ് അതിനുള്ള ഭാഗ്യം ലഭിക്കുക. നമുക്കറിയാം, ഈ അമ്മത്തെ സംബന്ധിച്ചോളം അരീക്കരയിലെ ജനിച്ചു വളർന്ന് കുടുംബിനിയായി ജീവിച്ച് ദൈവം നൽകിയ ഭർത്താവിനെ ദൈവത്തിന് സമർപ്പിച്ച് വിട്ടുകൊടുത്ത് തങ്ങൾക്ക് ലഭിച്ച 3 പെൺമക്കൾ അത് സന്തോഷത്തിലൂടെ വളർത്തി വളരെ നല്ല രീതിയിൽ ഇന്ന് 3 മക്കളും ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുകയാണ്. 2 പേര് കുടുംബജീവിതവും സിസ്റ്റർ ജമ്മ തൻ്റെ സന്യാസ ജീവിതവും കോട്ടയം അതിരൂപതയിലെ സെന്റ് ജോസഫ് കോൺഗ്രസിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മക്കളുടെ ജീവിത വിജയം എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരുടെ വലിയ സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ്. നല്ല ഒരു അമ്മച്ചിയെ സംബന്ധിച്ചോളം മക്കളുടെ ജീവിതം എപ്പോഴും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. തൻ്റെ ഈലോക ജീവിതത്തിൽ ദൈവം ഏതെല്ലാം ജീവിത സാഹചര്യങ്ങൾ നൽകിയോ അതെല്ലാം തൻ്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുവാനും ത്യാഗപൂർണമായ കുടുംബജീവിതത്തിലൂടെ ദൈവമഹത്വം അന്വേഷിച്ചുകൊണ്ട് പോകുന്ന ഒരു നല്ല അമ്മച്ചി. നമുക്കറിയാം, മരണമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതെന്നായും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ മരണത്തെ നമ്മൾ നേരിൽ കാണേണ്ടത് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് അനുസരിക്കുന്നത് പോലെ മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ വിശ്വാസമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം ഈ ലോകം കൊണ്ട് അവസാനിക്കേണ്ടതല്ല, മറിച്ച് ഈ ലോകത്ത് കടന്നു പോകേണ്ട ഒരു വാതിൽ മാത്രമായിട്ടാണ് പണ്ഡിതന്മാർ മരണത്തെ കാണുക. നമ്മളെ സംബന്ധിച്ചോളം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മരണമെന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുവാനുള്ള ഒരുക്കത്തിലൂടെ ജീവിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ദൈവീക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുവാന്, ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിക്കുവാന്, കുടുംബജീവിതത്തിന്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഭാര്യഭർത്താക്കന്മാര് ഒരുമിച്ച് ജീവിച്ചുകൊണ്ട് ദൈവരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു ജീവിതാവസ്ഥയായിരിക്കണം കുടുംബം. ഇതുപോലെയുള്ള മൃതസ്കാര ശുശ്രൂഷകൾ നമ്മെ സഹായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെയും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ട നന്മകളെയും സന്തോഷങ്ങളെയും ഓർത്ത് കൂടുതൽ ദൈവത്തെ സ്തുതിക്കുവാനും കുടുംബങ്ങളെ പരിഹരിച്ചുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമായി തീരും. നമുക്ക് ഇന്ന് ഈ മൃതസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന അമ്മച്ചിയുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഏതെല്ലാം മാനുഷിക ബലഹീനമുണ്ടായോ അതെല്ലാം നല്ലവനാ ദൈവം പുറത്ത് ഈ ആത്മാവിനെ ദൈവരാജ്യം സ്വീകരിക്കുവാൻ ദൈവം കരുതണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർമ്മങ്ങൾ പങ്കെടുക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഈ മക്ക സഹോദരി നമ്മൾ വേർപെട്ടു പോകുമ്പോൾ നമ്മോട് ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെയും ജീവിതം ദൈവകരങ്ങൾ സമർപ്പിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഒരുക്കത്തോടുകൂടെ ആയിരിക്കുവാൻ ഏത് സമയത്തും ദൈവം വിളിച്ചാൽ കടന്നു പോകുവാനുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടാകണം. കാരണം നമുക്കറിയാം, മരണമെന്ന് പറയുന്നത് ഒരിക്കലും സമയത്തിന് അതീതമാണ്, ഒരിക്കലും നമുക്ക് നിശ്ചയിക്കുവാൻ പാടില്ലാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഏത് നിമിഷവും ദൈവത്തിനെ വിളിക്കുമ്പോൾ ദൈവത്തോട് പ്രത്യുത്തരം കൊടുക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഒരുക്കമുള്ള ജീവിതങ്ങൾ നമുക്ക് കൊടുക്കുവാൻ കഴിയുക. അങ്ങനെ ദൈവത്തെ ലക്ഷ്യമാക്കിയോട് ജീവിക്കുന്ന
നല്ലവരായി തീരുവാൻ നമുക്ക് സാധിക്കരുത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഇവർ കാര്യത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രത്യേകിച്ച് അമ്മച്ചിയുടെ മക്കൾക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും ഈ അമ്മച്ചി സ്വർഗത്തിൽ നിന്ന് നിലകെട്ടി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്ധിയിൽ ഈ ആത്മാവിനെ സമർപ്പിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് സിസ്റ്റർമാർക്കും മറ്റെല്ലാവർക്കും, പ്രത്യേകിച്ച് സെന്റ് ജോസഫ് കൊടുക്കേണ്ട എല്ലാ സഹോദരിമാർക്കും എല്ലാവിധ ദുഃഖത്തിന്റെ മംഗളം ആശംസിക്കുകയാണ്. കർത്താവ് ഈ സഹോദരിയെ ആശംസിക്കട്ടെ. ഈ അനുശോചനത്തിന് നമ്മൾ ഒരുമിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഈ സഹോദരിക്ക് പ്രാർത്ഥിക്കാം. ദൈവം പ്രത്യേകമായി ഈ ആത്മാവിനെ സ്വീകരിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കിടന്ന് കർത്താവ് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ ഹൃദയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദന തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഉദ്ധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, ഈ ദിവസത്തിൽ നിന്റെ മുഖത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജനെ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യട്ടെ. നിന്റെ മകനീയ തൃത്വത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും ശുദ്ധരാകുന്ന നിങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനമുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയോടന്തിമമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശിഷ്ടരായ ഭക്താനുജപ്പെട്ട അനുഗ്രഹത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകെയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ
സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ. ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ. അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ. സ്ഥലം മഹാവിശേഷം ഫലമേത്ര മധുരം. സ്ഥലം മഹാവിശേഷം ഫലമേത്ര മധുരം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. ും
എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, നിന്റെ പൈതൃകമായി മഹത്വം അറിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പുതാശകളാവിന്റെ ആത്മാവിൽ പ്രിയപ്പെട്ട ദൈവമായമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാതിരമായ പുരോഹിതരെയും ദൈവജനമായ ആത്മാവിനെ പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നടന്നു പോകുമെങ്കിലും എന്റെ സ്നേഹം നിങ്ങളോടായിരിക്കും. സ്വരാജ്യം നിർമ്മിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ സൃഷ്ടിക്കുകയും മരണവിധേയനാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാകുകയും ചെയ്യുന്ന ദൈവവും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ കാലനാദം ആകാശത്തിൻ സീമകൾ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് പിന്നെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്വഭാവം കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിനെ കഴുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദ്യം മുതൽ എന്നേക്കുവാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിപാലനവും പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഭൂതാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഞാൻ പ്രവർത്തിക്കും നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരത്തു വലംഭാവേ കർത്താവിനെ കുറിച്ചിനെ ഞാൻ ആരാധിച്ചു തുടങ്ങുന്നു. അത് ഞങ്ങൾക്കുത്ഥാനം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു,
സകലവും താമരമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായ അവരാധികൃതങ്ങൾ പാടും അമ്മരുടെ ഭാവങ്ങൾ മൈക്കണമേ നിൻ കൃപയാരെ മാമോദീസ വഴിയങ്ങേ തുടരാളവരും നോക്കണമേ. അവന്റെ സന്തോഷവും കർത്താവേ നിൻ സുമണിതവും നിന്റെ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവനാം നിശ്ചുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവല്ലാരും വിശേഷിക്കില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആര്യമുദ്രയിക്കുമാമേൻ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മറ്റു ജയങ്ങൾ ഉദ്ധാരം നീയേകുന്നു. നാഥാനങ്ങളെ ആത്മാവും രക്ഷിക്കുന്നവരല്ലോ നീ. ആമേൻ ആമേൻ ഘോഷിക്കുവിൻ സർവേശാ നീ പരിശുദ്ധൻ ബലവാനെ നീ പരിശുദ്ധൻ. സ്വീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകല സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ സാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിർമ്മല ചരിതകളാം സാറായേലീശ മർത്തയോടും കൂടെ കടശേലുത്ഥാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവകിലേശൻ. സാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടവൻ പുനരുത്ഥാനം വരുമല്ല മരണമുറക്കം താൻ. സാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കാട്ടിടകന്മാരുടെ പോലെ കർത്താവിനെ ഞാൻ തേടി വിളിക്കുന്നു. പരിസരപ്പിക്കുന്നതിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടരുവിലേക്ക് നടക്കുന്ന മാൻപേടിയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായിട്ട് ഞാൻ ദാഹിക്കുന്നു. ഞാനിപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവുമ്പോൾ ഞാൻ കണ്ണുനീർ കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവങ്ങളെ അവനെ പരിഹസിക്കുന്നു. ആത്മാവിനും സ്തുതിയും ആലുവരും മേയ്ക്കുമാമേ. കർത്താവിനെ ഞാൻ തേടി വിളിക്കുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സജീവവും ജീവദായകമായ കർത്താവെ ആ ശബ്ദം നീതികളുടെ നിന്നെ ദാസിയെ വിളകുകയും നിന്റെ വർദ്ധമാ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവെ മനുഷ്യരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനമടഞ്ഞവരെ നീ മഹിമയുടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ഈ സഹോദരിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇവരെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം
നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ